റോസിൽ ഇതാ ഇതുപോലെ വലിപ്പമുള്ള പൂക്കളും അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളും ഉണ്ടാക്കി കിട്ടാൻ ചില പൊടിക്കൈകൾ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് വീട്ടിൽ കളയുന്ന വേസ്റ്റുകൾ മാത്രം ഒന്ന് സ്വരുക്കൂട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ തേയില വേസ്റ്റാണ് കേട്ടോ, തേയില ചണ്ടി എന്നൊക്കെ പറയും. ഇത് പഞ്ചസാര ഇടാത്തതാണ്. പഞ്ചസാര ഇട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകിയിട്ട് വേണം ഉണക്കിയെടുക്കാൻ, ഇല്ലെങ്കിൽ ഉറുമ്പ് കയറാൻ, ചെടിയുടെ ചുവട്ടിൽ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായി കഴുകി ഉണക്കിയ എടുത്തിട്ടുള്ളതാണ്. ഈ തേയില വേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഒരു NPK ആണ്. NPK എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അതുപോലെ തന്നെ ദാ ഈ കാണുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ പഴത്തിൻ്റെ തോലും അതേപോലെ ശീമക്കൊന്നയുടെ ഇലയും ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ശീമക്കൊന്നയുടെ ഇലയ്ക്കകത്ത് നല്ല നൈട്രജൻ കണ്ടൻ്റ് ഉണ്ട്, അതുപോലെ പഴത്തിൻ്റെ തോലിനകത്ത് നല്ല ഫോസ്ഫറസ് കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെടികളുടെ ചുവട്ടിലായിട്ട് ദാ ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം എത്ര വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ. പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഇത് ചെടിയുടെ മൂട്ടിലിട്ട് കൊടുക്കേണ്ട, ചുറ്റും ചട്ടിയുടെ ചുറ്റുമായിട്ട് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മണ്ണ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഒരു NPK ആണ്. കെമിക്കൽ ആയിട്ടുള്ള ഒരു വളവും നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്തു കൊടുത്താൽ മതി ഇങ്ങനെ.